മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് കേരളം. കെ സുധാകരനും ജി സുധാകരനുമടക്കം മുന്നണികളിൽ നേതൃത്വവുമായി വിയോജിച്ച് വിമത നീക്കങ്ങൾ സജീവ ചർച്ചയാണ്. ഈ അവസരത്തിൽ 2021 നടന്ന ദുരന്ത പര്യവസായിയായ ഒരു വിമത നീക്കത്തിൻ്റെ കഥയാണ് ഇന്ന് വോട്ടുകഥയിൽ. 2021 മാർച്ച് 14 കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ആരും കാണാത്ത ഒരു കാഴ്ചയ്ക്ക് തിരുവനന്തപുരം ഇന്ദിരാഭവൻ സാക്ഷ്യം വഹിച്ചു. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയായിരുന്ന, പതിറ്റാണ്ടുകളോളം പാർട്ടിക്ക് വേണ്ടി പോരാടിയ, തെരുവിൽ തല്ലുകൊണ്ട നേതാവ് ലതിക സുഭാഷ് തൻ്റെ തല മുണ്ഡനം ചെയ്യുന്നു. സീറ്റ് നിഷേധിക്കപ്പെട്ടതിലുള്ള പ്രതിഷേധം മാത്രമായിരുന്നില്ല അത്, മറിച്ച് പതിറ്റാണ്ടുകളോളം താൻ സ്നേഹിച്ച പ്രസ്ഥാനം തന്നെ അപമാനിച്ചതിലുള്ള ഒരു സ്ത്രീയുടെ പ്രതിഷേധമായി കൂടിയായിരുന്നു അന്നത് കാണപ്പെട്ടത്. KSUവിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ ലതിക സുഭാഷ് കോൺഗ്രസിൻ്റെ കരുത്തിയായ സംഘാടകയായിരുന്നു. 2011 CPMൻ്റെ കരുത്തുറ്റ മണ്ഡലമായ മലമ്പുഴയിൽ സാക്ഷാൽ VSനോട് ഏറ്റുമുട്ടാനായിരുന്നു ലതികയുടെ നിയോഗം. VS 77,752 വോട്ടുമായി നിയമസഭയുടെ അമരത്തേക്കെത്തിയപ്പോൾ 54,312 വോട്ടുകളുമായി 2ാം സ്ഥാനത്തെത്തി ലതിക കരുത്ത് കാട്ടി. 2021 ഏറ്റുമാനൂർ സീറ്റിനായി അവർ അവകാശവാദം ഉന്നയിച്ചു. എന്നാൽ ആ സീറ്റ് കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വിട്ടുകൊടുക്കാനായിരുന്നു കോൺഗ്രസിൻ്റെ തീരുമാനം. ലതികയ്ക്ക് വേറെ സീറ്റ് നൽകാൻ പാർട്ടി തയ്യാറായതുമില്ല. സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകാത്തതിനെതിരെ അവർ ഉയർത്തിയ ശബ്ദം ഇന്ദിരാഭവൻ്റെ ചുമരുകളിൽ തട്ടിപ്രതിഫലിച്ചു. അന്ന് ആ മുണ്ഡനം ചെയ്ത തലയുമായി അവർ നടന്നുപോയത് കോൺഗ്രസിൻ്റെ പടിവാതിൽക്കൽ നിന്നല്ല, മറിച്ച് തൻ്റെ രാഷ്ട്രീയ ഭാവിയുടെ സുരക്ഷിതത്വത്തിൽ നിന്നായിരുന്നു. ഏറ്റുമാനൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവർ മത്സരിച്ചു. കോൺഗ്രസ് അണികളിൽ വലിയൊരു വിഭാഗം അവർക്കൊപ്പം നിൽക്കുമെന്ന് കരുതിയെങ്കിലും ഫലം വന്നപ്പോൾ അവർ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. എങ്കിലും 7,624 പരം വോട്ടുകൾ നേടി അവർ തൻ്റെ ശക്തി തെളിയിച്ചു. പക്ഷേ രാഷ്ട്രീയത്തിൽ വിജയിക്കുന്നവനേ ചരിത്രമുള്ളൂ. ആ പരാജയം ലതികയുടെ കോൺഗ്രസ് ബന്ധം എന്നേക്കുമായി അവസാനിപ്പിച്ചു. പിന്നീട് ലതികയുടെ തട്ടകം LDF പാളയമായിരുന്നു. NCPയിലൂടെ അവർ ഇടതു മുന്നണിയുടെ ഭാഗമായി. മഹിളാ NCP അധ്യക്ഷയായി നിയമിക്കപ്പെട്ടു. കോൺഗ്രസിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നും ഇടതുപക്ഷത്തേക്കുള്ള മാറ്റം ലതികയ്ക്ക് പുതിയൊരു ജീവിതം നൽകുമെന്ന് പലരും കരുതി. എന്നാൽ ഒരു പാർട്ടി മെഷീനറിയുടെ പിന്തുണയില്ലാതെ വന്നതോടെ അവരുടെ വ്യക്തിപരമായ സ്വാധീനം കുറഞ്ഞു തുടങ്ങി. ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ലതിക സുഭാഷിന് വലിയ തിരിച്ചടിയായി. സ്വന്തം തട്ടകത്തിൽ പോലും അവർക്ക് പിന്നാക്കം പോകേണ്ടി വന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം നഗരസഭയുടെ തിരുനക്കര വാർഡിൽ മത്സരിച്ച ലതിക സുഭാഷിന് ആകെ ലഭിച്ചത് 113 വോട്ടുകൾ മാത്രമാണ്. ഒരു കാലത്ത് കേരളം മുഴുവൻ അറിയപ്പെട്ടിരുന്ന ഒരു നേതാവിന് സ്വന്തം മണ്ഡലത്തിൽ പോലും അപ്രസക്തയായി മാറിയോ എന്ന ചോദ്യം മാത്രമായിരുന്നു ബാക്കി. ലതിക സുഭാഷ് ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു പുരുഷാധിപത്യ രാഷ്ട്രീയത്തിനുള്ളിലെ സ്ത്രീ പോരാട്ടത്തിൻ്റെ അടയാളമായി കൂടിയാണ് കണക്കാക്കപ്പെടുന്നത്. അവരെങ്ങനെയാണ് സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക? ഇക്കുറിയെങ്കിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ലതിക ഉയർത്തിപ്പിടിച്ച വികാരം പ്രതിഫലിക്കുമോ? കേരളത്തിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിന് കൂടി കളമൊരുങ്ങുമ്പോൾ മുന്നണികളിൽ എത്ര വനിതകളാണ് സ്ഥാനാർത്ഥികളാവുന്നത്? അവരിൽ തന്നെ എത്ര പേരാണ് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്? പൊതുപ്രവർത്തന രംഗത്തും പാർട്ടിയിലും ഒപ്പമിരിക്കാനൊരു കസേര കിട്ടാതെ ഓരത്തിരുന്ന് മടങ്ങേണ്ടി വരുന്നവരുടെ കണ്ണീരെത്രയാണ്? ലതിക സുഭാഷുമാർ ഇനിയും പല പേരുകളിൽ പല മുന്നണികളിൽ വരും. അവർ ഇനിയും ഇങ്ങനെ ഒതുക്കപ്പെടാതിരിക്കട്ടെ.